പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ് വിഷാദരോഗം. കുവൈറ്റ് നിവാസികളിൽ 9% പേർ വിഷാദരോഗം അനുഭവിക്കുന്നതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. കൃത്യസമയത്ത് കൌൺസിലിംഗും മാനസിക പിന്തുണയും നൽകുകയാണെങ്കിൽ ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള ആരോഗ്യമുണ്ട്, ശാരീരികമായിട്ടുള്ള ആരോഗ്യമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ മലയാളികൾ മാനസികാരോഗ്യത്തിന് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് പ്രവാസികളിൽ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ആത്മഹത്യാ നിരക്ക് കൂടാനുള്ള കാരണം, ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വിഷാദരോഗം തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം 15 മുതൽ 29 വരെ പ്രായമുള്ളവർക്കിടയിലാണ് വിഷാദരോഗം മൂലമുള്ള ആത്മഹത്യ കൂടുതലായി കണ്ടുവരുന്നത്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും നാട്ടിൽ നിന്ന് ദീർഘകാലം വിട്ടുനിൽക്കുന്നത് മൂലമുള്ള വിഷമതകളുമാണ് പ്രവാസികളിൽ വിഷാദരോഗത്തിന് കാരണമാകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗവും മാനസിക സംഘർഷം വർദ്ധിക്കാൻ കാരണമാകുന്നതായാണ് പഠനങ്ങൾ. മരുന്നും കൗൺസിലിംഗ് മാത്രമല്ല വിഷാദ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നത്. നമുക്ക് അവരെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കലാകായിക മത്സരങ്ങളിലേക്കോ മറ്റ് വിനോദോപാധികളിലേക്കോ അവരെ കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.